ഇംഗ്ലണ്ടിനോട് തോറ്റെങ്കിലും ആ തോൽവിയിലും തലയുയർത്തി തന്നെയാണ് നോർവേ മടങ്ങുന്നത്. 28 വർഷത്തിന് ശേഷം ലോകകപ്പിലെത്തിയ ടീം ആരാധകരുടെ ആകെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നോർവേ മടങ്ങുന്നു. വൈക്കിംഗ് റോയ്ക്ക് തെംസ് നദിയിലെ കുത്തൊഴുക്ക് അതിജീവിക്കാനായില്ല. ചതുരംഗപ്പലകയിൽ നീക്കങ്ങളൊന്നും പിഴയ്ക്കാത്ത മാഗ്നസ് കാൾസന്റെ നാട്ടുകാർക്ക് ജൂഡ് ബെല്ലിംഗാമിന്റെ ചെക്കിന് മറുപടിയില്ല. ഇഞ്ചുറി ടൈമിലെ ഇഞ്ചുറിയുടെ നീറ്റലിൽ ഹാലണ്ടിനും സംഘത്തിനും റിട്ടേൺ ടിക്കറ്റ്. ആയിരത്തി 1998 ശേഷം ലോകകപ്പ് വേദി നോർവേക്ക് അന്യമായിരുന്നു. തലമുറകൾ മാറി, പരിശീലകർ മാറി, പ്രതീക്ഷകൾ തകർന്നു. തിരിച്ചു വരുമെന്ന സ്വപ്നം മാത്രം മരിച്ചില്ല. 28 വർഷത്തെ വനവാസത്തിന് ശേഷം ലോകകപ്പിനെത്തി. മൈതാനത്ത് എർലിംഗ് ഹാലണ്ട് തീയായി പാഞ്ഞു. ഒഡേഗാർഡ് ഓരോ പാസിലും പ്രതീക്ഷ വരച്ചു. ഓരോ ടാക്കിളും ഓരോ ഗോളും 28 വർഷത്തെ കാത്തിരിപ്പിന്റെ നിലവിളിയായിരുന്നു. ഇറാഖിനെ തോൽപ്പിച്ചു തുടങ്ങി. പൊരുതിക്കളിച്ച സെനഗലിനെയും കീഴടക്കി. പ്രധാന താരങ്ങളെ കരക്കിരുത്തിയപ്പോൾ ഫ്രഞ്ച് പട തകർത്തുവിട്ടു. അവസാന മിനിറ്റിലെ ഗോളിന് ഐവറി കോസ്റ്റ് കടമ്പയും കടന്നു. പ്രീ ക്വാർട്ടറിൽ 5 കിരീടങ്ങളുടെ വമ്പുമായി എത്തിയ ബ്രസീൽ ചരിത്രം പറഞ്ഞത് ബ്രസീലിനെ കുറിച്ചായിരുന്നു. പക്ഷേ ആ രാത്രിയിൽ ചരിത്രം എഴുതിയത് നോർവേ ആയിരുന്നു. ക്വാർട്ടറിൽ ഇംഗ്ലീഷ് പരീക്ഷ. സ്വപ്നം സെമി ഫൈനലിലേക്ക് കൈനീട്ടിയ നിമിഷം നോർവേ ആദ്യമൊന്ന് ആഘോഷിച്ചു. ആരാധകർ വിശ്വസിച്ചു ഇനി ഒരു ചുവട് മാത്രമെന്ന്. പക്ഷേ ഇംഗ്ലീഷുകാർ പ്രതീക്ഷകൾ ആകെ തെറ്റിച്ചു. ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ ഒരു രാജ്യം ലോകകപ്പ് ഉയർത്തിയില്ല, പക്ഷേ തല ഉയർത്തി നിന്നു. ട്രോഫികളല്ല അളവുകോൽ, കീഴടക്കിയത് ഹൃദയങ്ങളാണ്. ഇനിയൊരു തിരിച്ചുവരവിന് ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ഇനി നോർവേയെ കാത്തിരിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. ഗാലറികളെയും അമേരിക്കൻ തെരുവുകളെയും ഇളക്കിമറിച്ച വൈക്കിംഗ് റോ സെലിബ്രേഷൻ ഉൾപ്പെടെ കാഴ്ചക്കാരുടെ മനം കവർന്നാണ് മടക്കം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.